السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 175 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ക്ലാസ് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 175 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാഅ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയസ് സൂഅ إن أنا إلا نذير وبشير لقوم يؤمنون. هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. فلما آتاهما صالحا جعلا له شركاء فيما آتاهما فتعالى الله عما يشركون. أيشركون ما لا يخلق شيئا وهم يخلقون ولا يستطيعون لهم نصرا ولا أنفسهم ينصرون. وإن تدعوهم إلى الهدى لا يتبعوكم سواء عليكم أدعوتموهم أم أنتم صامتون. إن الذين تدعون من دون الله عباد أمثالكم فادعوهم فليستجيبوا لكم إن كنتم صادقين. ألهم أرجل يمشون بها أم لهم أيدي يبطشون بها أم لهم أعين يبصرون بها أم لهم آذان يسمعون بها قل ادعوا شركاءكم ثم كيدون فلا تنظرون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 188 മുതൽ 195 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 9-ാമത്തെ ജുസിൽ 175-ാമത്തെ പേജ്. ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ല എന്ന കാര്യമാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നത്. അത് എപ്പോ സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പ്രഖ്യാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ കൽപ്പിക്കുകയാണ് ഇനി അല്ലാഹു തആല. ഖിയാമത്ത് നാൾ തുടങ്ങിയ അദൃശ്യകാര്യങ്ങളെ കുറിച്ച് അറിയാതിരിക്കുക എന്നത് പ്രവാചകത്വത്തിന് എതിരല്ല എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ എന്റെ സ്വന്തം ദേഹത്തിന് പോലും വല്ല ഗുണമോ ദോഷമോ വരുത്തി വെക്കാൻ എനിക്ക് സ്വന്തം നിനക്ക് കഴിവില്ല. അള്ളാഹു അറിയിച്ചു തരുന്നതല്ലാതെ സ്വന്തമായി അദൃശ്യകാര്യങ്ങൾ അറിയുകയുമില്ല. ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിന്റെ ആശയം. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ, അദൃശ്യകാര്യങ്ങൾ എനിക്കറിയാമായിരുന്നുവെങ്കിൽ എനിക്ക് ഒരുപാട് നന്മകൾ സമ്പാദിച്ചു കൂട്ടാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഭാവിയിൽ വന്നേക്കാവുന്ന ഉപദ്രവങ്ങൾ മുൻകൂട്ടി തടയാൻ കഴിയുമായിരുന്നു. ഞാൻ അള്ളാഹു നിയോഗിച്ച അയച്ച അവന്റെ ദൂതൻ മാത്രമാണ് ഞാൻ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പുണ്യഫലങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും അല്ലാത്തവർക്ക് ശിക്ഷയുണ്ട് എന്ന താക്കീത് നൽകലുമാണ് എന്റെ ചുമതല. സത്യവിശ്വാസം സ്വീകരിക്കാൻ തയ്യാറുള്ളവർക്കേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാ അല്ലാഹ് വലൗ കുൻതു അഅലമൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനി യസ്സൂഉ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമിൻ യുഅ്മിനൂൻ. 188-ാമത്തെ ആയത്ത്. ഖുൽ നബി അങ്ങ് പ്രഖ്യാപിക്കണം, ലാ അംലികു ലിനഫ്സി, എന്റെ അധീനതയിലില്ല, നഫ്അൻ സ്വന്തമായി ഉപകാരം ചെയ്യുന്നത്, ഔലാ ദർറൻ അല്ലെങ്കിൽ അതിൽ ഉപദ്രവം, ഇല്ലാ മാ ശാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചതൊഴിച്ച്, അല്ലാഹു ഉദ്ദേശിച്ചതൊഴിച്ച് എനിക്കു തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ എന്റെ അധീനതയിലില്ല. ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയില്ല. ലാ അംലിക്കു, ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, എന്റെ അധീനതയിലില്ല, നഫ്അൻ ഒരു ഉപകാരവും, വലാ ദർറൻ ഒരു ഉപദ്രവവും, ഇല്ലാ മാ ശാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചതൊക്കെ. അപ്പൊ അല്ലാഹു ഉദ്ദേശിച്ചതൊഴിച്ച് എന്റെ വകയായിട്ട് എനിക്ക് സ്വന്തം ഉപകാരമോ ഉപദ്രവമോ വരുത്തി വെക്കാൻ എനിക്ക് കഴിയില്ല. വലൗ കുൻതു അഅലമൽ ഗൈബ്, ഞാൻ അദൃശ്യകാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അദൃശ്യകാര്യങ്ങൾ എനിക്കറിയാമായിരുന്നുവെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ ഒരുപാട് നന്മകൾ സമ്പാദിച്ചു വെക്കുമായിരുന്നു. ഇസ്തക്സറ, ഒരുപാട് നന്മകൾ ഞാൻ ചെയ്തു കൂട്ടുമായിരുന്നു, എനിക്ക് ഗൈബ് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ. അതേപോലെ തന്നെ വമാ മസ്സനി യസ്സൂഉ, ഒരു തിന്മകൾ എന്നെ ബാധിക്കുകയും ചെയ്യില്ലായിരുന്നു. അല്ലെ, വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ നേരത്തെ എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് വരാതിരിക്കാൻ മുൻകരുതലെടുക്കാലോ. അങ്ങനെ എനിക്ക് ഒരു തിന്മകളും എന്നെ ബാധിക്കാതിരിക്കുകയും ചെയ്യാം. അതിനും എനിക്ക് കഴിയില്ല, എനിക്ക് ഗൈബ് അറിയില്ല. വലൗ കുൻതു അഅലമുൽ ഗൈബ്, എനിക്ക് ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ അദൃശ്യകാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈർ, ഒരുപാട് നന്മകൾ സമ്പാദിച്ചു വെക്കാമായിരുന്നു. വമാ മസ്സനി യസ്സൂഉ, തിന്മകൾ എന്നെ ബാധിക്കില്ലായിരുന്നു, ബുദ്ധിമുട്ടുകൾ ആപത്തുകൾ എന്നെ ബാധിക്കില്ലായിരുന്നു. ഞാനതൊന്നുമല്ല. ഞാനൊരു മുന്നറിയിപ്പുകാരനായ ദൂതൻ മാത്രമാണ്. അല്ലാതെ സ്വന്തമായി ഗൈബ് അറിയാനോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സ്വന്തമായി ദേഹത്തെ വരുത്തി വെക്കാനൊന്നും കഴിയുന്ന ആളല്ല. അങ്ങനെ അല്ല എന്നതുകൊണ്ട് പ്രവാചകനാകുന്നതിന് എതിരല്ല. ഞാൻ പ്രവാചകനാണ്, ഞാൻ തിരുദൂതനാണ്, ഞാൻ മുന്നറിയിപ്പുകാരനാണ്. ഇൻ അന ഇല്ലാ നദീറുൻ, ഞാനൊരു മുന്നറിയിപ്പുകാരനല്ലാതെയല്ല, ബശീറുൻ സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമല്ലാതെയല്ല, അത് മാത്രമാണ് ഞാൻ. ആർക്ക്? ലിഖൗമിൻ യുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്. അല്ലാത്തവർക്ക് നദീറാണ്, താക്കീത് നൽകുന്നവനാണ്. നദീർ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുന്നു. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം ഇമാം കലബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. മക്കക്കാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുകൊണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞത്രേ, നിങ്ങൾ വലിയ പ്രവാചകനാണല്ലോ, അതുകൊണ്ട് കച്ചവട സാധനങ്ങളും മറ്റുമൊക്കെ വില കയറുന്നതിന് മുമ്പ് അതിന്റെ കുറഞ്ഞ വില എവിടെയാണുള്ളത് എന്ന് എന്താണ് നിന്റെ റബ്ബ് അറിയിച്ചു തരാത്തത്, പറഞ്ഞു തരാത്തത്? അതറിഞ്ഞാൽ വില കുറഞ്ഞെടുത്തിൽ നിന്ന് നമുക്ക് ധാരാളം സാധനങ്ങൾ വാങ്ങിയിട്ട് നല്ല ലാഭം ഉണ്ടാക്കാലോ. അതുപോലെ തന്നെ ക്ഷാമം ഉണ്ടാകാൻ പോകുന്ന നാടിനെ കുറിച്ച് അള്ളാഹു നേരത്തെ അറിയിച്ചു തന്നാൽ സുഭിക്ഷതയുള്ളിടത്തേക്ക് നമുക്ക് പോയിക്കൂടെ? അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാതെ കാത്തുകൂടെ? ഈ സന്ദർഭത്തിലാണ് അത്ര ഈ ആയത്ത് അവതരിച്ചത്. അതൊന്നും എന്റെ പണിയല്ല, ഞാൻ നദീറാണ്, ബശീറാണ്. അതൊന്നും അറിയിച്ചു തരുന്നില്ല എന്ന് വെച്ച് ഞാൻ പ്രവാചകനല്ലാതാവുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം അദൃശ്യ കാര്യങ്ങൾ സ്വയമേവ അറിയാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, തീരെ അറിയില്ല എന്നല്ല, അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയും. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് ഗൈബുകൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതവിടുത്തെ അമാനുഷിക ശക്തികളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വയം നേട്ടമുണ്ടാക്കാനോ പ്രശ്നങ്ങൾ തടുക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. ആ ആയത്തിന്റെ ചുവടി പിടിച്ച് ശഫാഅത്ത് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. തെറ്റാണത്, തെറ്റാണ്. കാരണം അവിടത്തേക്ക് ശഫാഅത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് എന്ന് പല ഹദീസുകളിലും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ ശഫാഅത്ത് പരലോകത്ത് പലരെയും രക്ഷിക്കുമെന്നും ഹദീസിലുണ്ട്. അത് അല്ലാഹു തആല കൊടുത്തതാണ്, അതിനനുസരിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ ഗൈബ് അറിയും. അല്ലാഹു തആല കൊടുക്കുന്നതൊക്കെ പ്രവാചകന് ലഭിക്കുകയും ചെയ്യും. സ്വന്തമായിട്ട് ശരീരത്തിന് ഉപദ്രവമോ രക്ഷയോ ഒന്നും നടത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിന് സ്വന്തമായി ഗൈബ് അറിയാൻ കഴിയില്ല, അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയാം. അങ്ങനെ അറിയിച്ചു കൊടുത്തിട്ടുമുണ്ട്. 189 190 ആയത്തുകളിലേക്ക് കടക്കാം. പരലോകത്തെ ഓർമ്മപ്പെടുത്തിയ ശേഷം വീണ്ടും അല്ലാഹു തആല തൗഹീദിനെ കുറിച്ച് ശക്തമായി ഉത്ബോധിപ്പിക്കുകയാണ്. സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇനി അത് ആരംഭിക്കുന്നത്. അല്ലാഹു തആല ആദ്യം ഒരാളെ സൃഷ്ടിച്ചു, അയാളുടെ ഇണയെ അയാളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു. ഇങ്ങനെ ഒരേ നഫ്സിൽ നിന്ന് തന്നെ ഇണയായ പെണ്ണിനെ പടച്ചത് ഇണക്കവും സ്നേഹവും ഉണ്ടാവാനും മനസ്സമാധാനം ഉണ്ടാകാനുമാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്.
മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് മനുഷ്യരെ ആണ് പെണ്ണ് എന്നീ വിഭാഗങ്ങളായി സൃഷ്ടിച്ചത്. രണ്ടു കൂട്ടർക്കും പ്രായം തികയുമ്പോൾ പരസ്പരം ശാരീരികമായി ബന്ധപ്പെടാനുള്ള മോഹമുണ്ടാകുന്നു, അല്ലെ? അങ്ങനെ ആ മോഹം വളർന്ന് വികസിക്കുന്നു. അങ്ങനെ പവിത്രമായ നിക്കാഹിലൂടെ ഹലാലായ ഇണകളായി തീർന്ന് പരസ്പരം അവർ ബന്ധപ്പെടുന്നു. ഒരു മെയ്യായ ജീവിതം തുടരുന്നു. രണ്ടുപേരുടെയും മനം സന്തോഷം കൊണ്ട് നിറയുന്നു. ജീവിതം സന്തോഷകരമാകുന്നു, സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ആ ദാമ്പത്യം ഒന്ന് പുഷ്പിച്ചു കാണാൻ രണ്ടുപേരും നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് അവന്റെ ഇണ ഗർഭിണിയാകുന്നത്, ഗർഭം ധരിക്കുന്നത്. ആദ്യം ആ ഗർഭം ലഘുവായാണ് അനുഭവപ്പെടുന്നത്. ഗർഭത്തിന്റെ അടയാളം പ്രത്യക്ഷത്തിൽ കാണില്ലല്ലോ. ശാരീരികമായി പറയത്തക്കവണ്ണം വലിയ പ്രയാസങ്ങളോ ഒന്നും ആദ്യഘട്ടത്തിൽ അനുഭവപ്പെടില്ല. ക്രമേണ ആ ഗർഭം പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ തുടങ്ങുന്നു. ശരീരത്തിന്റെ സ്ഥിതിയിലും അവസ്ഥയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ജനിക്കാൻ പോകുന്ന കുട്ടി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊന്നും ഈ ദമ്പതികൾക്ക് അറിഞ്ഞുകൂടാ. നല്ല കുഞ്ഞുണ്ടാകാൻ ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു വൈകല്യങ്ങളും ഇല്ലാത്ത നല്ല സ്വാലിഹായ മക്കളെ ലഭിക്കാൻ അള്ളാഹുവിനോട് ഒരു മനമൊരുക്കി പ്രാർത്ഥിക്കുന്നു. എന്നിട്ടോ പ്രസവം നടക്കുമ്പോ അങ്ങനെ നല്ലൊരു കുഞ്ഞിനെ കിട്ടിയാൽ അവർ അള്ളാഹുവിനോട് സത്യം ചെയ്യാമെന്നവർ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കാമെന്ന് സത്യം ചെയ്യുന്നവർ, ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നാൽ ഞങ്ങൾ നിന്നോട് നന്ദി കാണിക്കുന്നവർ തന്നെയായിരിക്കും എന്നൊക്കെ സത്യം ചെയ്ത് പറയും. അങ്ങനെ അവരുടെ ആ ഒരു അഭിലാഷം സാക്ഷാത്കൃതമാകുമ്പോ നല്ലൊരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവർ രണ്ടുപേരും കാലുമാറി, ഈ ബാപ്പയും ഉമ്മയും കാലുമാറി. അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവാമെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് പറഞ്ഞതൊക്കെ മറക്കും അവർ. ഈ കുഞ്ഞുണ്ടായ വിഷയത്തിൽ തന്നെ, ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ തന്നെ അള്ളാഹുവിനവർ പങ്കുകാരെ ഉണ്ടാക്കും. മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവമാണ് ഇവിടെ പറഞ്ഞത്, ബുദ്ധിശൂന്യതയാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ മനുഷ്യ വിഭാഗത്തിലെ ഒന്നാമത്തെ ഇണകളായ മാതാപിതാക്കളായ ആദം നബി, ഹവ്വാ റളിയല്ലാഹു അൻഹ എന്നിവരെ കൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയം ഒന്നാമത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നത്. അതായത് 189 ആയത്ത് അല്ലാഹു തആല പറയുന്നത്. ഗർഭധാരണത്തെക്കുറിച്ചോ കുഞ്ഞുങ്ങളുടെ ജനനം സംബന്ധിച്ചോ ഒരു മുൻപരിചയവും ആദം നബിക്കും ഹവ്വാ ബിക്കും ഇല്ലല്ലോ റളിയല്ലാഹു അൻഹുമ. അവർ നല്ല കുഞ്ഞുണ്ടാവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു നല്ല കുഞ്ഞ് ലഭിച്ചാൽ നന്ദിയുള്ളവരാകാം എന്നും അവർ പറഞ്ഞു. അങ്ങനെ മക്കളുണ്ടായപ്പോ അവർ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടുവോളം നന്ദി ചെയ്തു. സന്താനം ലഭിച്ച അനുഗ്രഹം മനസ്സിലാക്കി അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിച്ചവർ. പക്ഷേ ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും ഹവ്വാബിയുടെയും ഈ നല്ല മാതൃക പിൻപറ്റാൻ അവരുടെ മക്കളിൽ പിന്നീടുണ്ടായ മാതാപിതാക്കൾ പലരും തയ്യാറായില്ല. നല്ല മക്കളെ തരണേ എന്നവർ ദുആ ചെയ്യും അള്ളാഹുവിനോട്. ആദം നബിയെ കുറിച്ചും ഹവ്വാബിയെ കുറിച്ചല്ല പറഞ്ഞത്. ആദം നബിയും ഹവ്വാബിയും റളിയല്ലാഹു അൻഹുമ നന്നായി നന്ദിയുള്ളവരെ തന്നെ ജീവിച്ചു. അവർക്ക് ശേഷം വന്ന അവരുടെ മക്കളിൽ പിറന്ന പിന്നീടുള്ള മാതാപിതാക്കൾ, അവരുടെ ഇണകൾ ഇതേപോലെ ഗർഭം ധരിച്ചപ്പോ അള്ളാഹുവിനോട് ഇങ്ങനെ സത്യം ചെയ്തു, നല്ല മക്കളെ തരണേ, ഞങ്ങൾ നന്ദിയുള്ളവരാവാമെന്ന്. എന്നിട്ടോ കുട്ടികളുണ്ടായ പലരും നന്ദികേട് കാണിക്കുകയാണ് ചെയ്തത്. ശിർക്കടക്കമുള്ള വേണ്ടാത്തരങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. എന്താണ് ഈ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞത്? മക്കളുണ്ടായപ്പോൾ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ? മക്കളെ കിട്ടിയപ്പോ അവർ പറഞ്ഞു, ദാ ഈ മക്കള് ഉസ്സ എന്ന വിഗ്രഹത്തിന്റെ അനുഗ്രഹമാണ്, ആ വിഗ്രഹം കനിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾക്ക് മക്കളെ കിട്ടിയത്. അന്നീകടല്ലേ? എന്നിട്ട് ആ കുഞ്ഞിനെ അബ്ദുൽ ഉസ്സ എന്ന് പേരിട്ടു. അബ്ദുൽ ഉസ്സ, ഉസ്സന്റെ അടിമ. വേറെ ചിലർ അബ്ദു ഷംസ് എന്ന് പേരിട്ടു. വേറെ ചിലർ ഈ കുഞ്ഞുങ്ങളെ തന്നത് ഇന്ന ഇന്ന ബിംബങ്ങളാണെന്ന് പറഞ്ഞു. ഉണ്ടായ മക്കളെ ചില ബിംബങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. അതായത് അല്ലാഹു തആല അനുഗ്രഹിച്ച് കനിഞ്ഞു നൽകിയ മക്കളുടെ കാര്യത്തിൽ അവനല്ലാത്തവർക്കും പങ്കും അവകാശവും വകവെച്ച് നൽകുകയാണ് അവർ ചെയ്തത്. അള്ളാഹു ആണെങ്കിൽ ഇത്തരം ശിർക്കുകളിൽ നിന്നെല്ലാം ഉന്നതസ്ഥനാണ്, പരിശുദ്ധനാണ്. ഇങ്ങനെയാണ് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷമുള്ള ചില മാതാപിതാക്കൾ ചെയ്തത്. ആദം നബി അലൈഹി ഇസ്ലാം ഹവ്വാബിയും കാണിച്ചു കൊടുത്ത ഉത്തമമായ മാതൃക അവർ പിൻപറ്റിയില്ല. മക്കളെ തെരുവോളം അള്ളാഹുവിനോട് കാണാൻ പഠിച്ചിട്ട് നല്ല മക്കളെ തന്നെ തന്നു കഴിഞ്ഞപ്പോഴോ റബ്ബിനോട് ശിർക്ക് ചെയ്യുകയും ചെയ്തു. ആയത്ത് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ ഫലമ്മാ തഗശ്ശാഹാ ഹമലത് ഹംലൻ ഖഫീഫൻ ഫമറത് ബിഹി
فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. 189-ാമത്തെ ആയത്ത്. ഹുവല്ലദീ, അവൻ അല്ലാഹുവാണ്, അവൻ ഒരുത്തനാണ്. ഖലഖക്കും, അവനാണ് നിങ്ങളെ പടച്ചത്. മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു ശരീരത്തിൽ നിന്ന് അവനാണ് നിങ്ങളെ പഠിച്ചത്, ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്. വജഅല മിൻഹാ, അതിൽ നിന്ന് തന്നെ അവൻ സൃഷ്ടിച്ചു, പടച്ചു. സൗജഹാ, അതിന്റെ ഇണയെ. വജഅല മിൻഹാ സൗജഹാ, എന്നിട്ട് അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും അവൻ സൃഷ്ടിച്ചു. എന്തിന്? ലിയസ്കുന ഇലൈഹാ, അവളോടൊത്ത് മനസ്സമാധാനം നേടാൻ വേണ്ടി. ലിയസ്കുന ഇലൈഹാ, അവളോടൊപ്പം മനസ്സമാധാനം നേടാൻ. അതിനാണ് ഇണയെ ഉണ്ടാക്കി കൊടുത്തത്. കല്യാണം കഴിയുമ്പോൾ മനസ്സമാധാനമാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ പ്രയാസങ്ങളല്ല. ഒരാണ് ഒരു പെണ്ണുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത്, കല്യാണ ബന്ധത്തിൽ നിക്കാഹിൽ ഏർപ്പെടുന്നത് ലിയസ്കുന ഇലൈഹ, രണ്ടുപേർക്കും സമാധാനം ഉണ്ടാവാനാണ്. അങ്ങനെ ഫലമ്മാ തഗസ്സാഹ, ആ പുരുഷൻ അവളുമായി ഇണചേർന്നപ്പോൾ, ഫലമ്മാ തഗസ്സാഹ, അവൻ അവളെ മൂടിയപ്പോൾ എന്നാണ് പറഞ്ഞിട്ട് അർത്ഥം. തഗസ്സ, മൂടിയപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അവർ ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ, ഇണചേർന്നപ്പോൾ, ഹമലത്, അവൾ ഗർഭം ധരിച്ചു. ഹംലൻ ഖഫീഫൻ, ലഘുവായ ഗർഭധാരണം. ഹമലത്ത് എന്ന് പറഞ്ഞാൽ ഗർഭം ധരിച്ചു. ഗർഭത്തിന്റെ തുടക്കത്തിൽ അങ്ങനെയാണ്. ഹംലൻ ഖഫീഫൻ, ലഘുവായ ഗർഭധാരണം, അവൾ ഗർഭം ധരിച്ചു. ആ ഗർഭഭാരം വഹിച്ചു, ലഘുവായ ഗർഭഭാരം അവൾ വഹിച്ചു. ഹമലത്ത് ഹംല, അവൾ ഒരു ഹംല് വഹിച്ചു, ഗർഭഭാരം വഹിച്ചു. ഖഫീഫൻ, ലഘുവായ. ഫമറത് ബിഹി, അങ്ങനെ അതുമായി അവൾ നടക്കുകയും ചെയ്തു. ഗർഭിണിയായി അങ്ങനെ നടന്നു. ഫമറത് ബിഹി, ആ ഗർഭം കൊണ്ടവൾ നടക്കുകയും ചെയ്തു. ഫലമ്മാ അസ്ഖലത്, എന്നിട്ട് ആ ഗർഭഭാരം അവൾക്ക് വർദ്ധിക്കുമ്പോൾ, ഫലമ്മാ അസ്ഖലത്, ആ ഗർഭഭാരം വർദ്ധിച്ചു വരുമ്പോ, കാരണം മാസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് കനം കൂടും. അവർ രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ മാതാപിതാക്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. റബ്ബഹുമാ, അവരുടെ റബ്ബിനോട്, അതായത് അവരുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് അവർ ദുആ ചെയ്തു. ലഇൻ ആതൈതനാ സ്വാലിഹാ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സ്വാലിഹായ നല്ലൊരു ഉത്തമനായ കുഞ്ഞിനെ തരികയാണെങ്കിൽ, ലനകൂനന്ന മിനശ്ശാകിരീൻ, ഞങ്ങൾ തീർച്ചയായും നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പെടാം, ഞങ്ങൾ നിനക്ക് നന്ദി ചെയ്യാം. ലഇൻ ആതൈതനാ സ്വാലിഹാ, ഞങ്ങൾക്ക് സ്വാലിഹായ ഉത്തമനായ ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ഞങ്ങൾ ശാകിരീങ്ങളിൽ പെടാം. ഇങ്ങനെ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആദം നബി അലൈഹി സ്വലാമും ഹവ്വാബിയുമാണ് ഈ ആയത്തിലെ ഉദ്ദേശം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അടുത്ത് പറയുന്ന ആയത്തിൽ 190-ാം ആയത്തിലെ ഉദ്ദേശം അവരല്ല, അവർക്ക് ശേഷം വന്ന മാതാപിതാക്കളാണ്. കാരണം ആദം നബി അലൈഹി സ്വലാം ഹവ്വാബിയും ഒരിക്കലും നന്ദികേട് കാണിച്ചിട്ടില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുവെന്നും ആ ആളിൽ നിന്ന് തന്നെ ഇണയെ ഉണ്ടാക്കിയെന്നും പറഞ്ഞത് ആദം നബി അലൈഹി സ്വലാമിനെയും മഹാനായ ആദം നബി അലൈഹി സ്വലാമിന്റെ ഇണ ഹവ്വാ ബീവിയെ കുറിച്ചാണ്. ഇത് സൂറത്തു നിസായിലെ 1-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ, ഒരേ നഫ്സിൽ നിന്ന് തന്നെ ഇണയായി പെണ്ണിനെ സൃഷ്ടിച്ചത് ഇണക്കവും സ്നേഹവും ഉണ്ടാകുവാനും മനസ്സമാധാനം ഉണ്ടാകുവാനും വേണ്ടിയാണ്. അതാണ് ലിയസ്കുന ഇലൈഹാ എന്ന് പറഞ്ഞത്. സൂറത്തുർ റൂം 21-ാമത്തെ ആയത്തിലും ഇതേ വിഷയമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ അവൻ ഉണ്ടാക്കി തന്നതും. എന്തിന്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ സമാധാനമായി ഇരിക്കാൻ വേണ്ടി. നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹബന്ധവും കാരുണ്യവും ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു ചെയ്ത വലിയൊരു നിഅമത്താണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ ഇണക്കം, സ്നേഹബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ പല നിലക്കും അത് മനുഷ്യവർഗത്തിന്റെ തന്നെ അഭിവൃദ്ധിയെയും വളർച്ചയെയും ദോഷകരമായി ബാധിക്കുമായിരുന്നു. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. 190-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ആതാഹുമാ സാലിഹൻ ജഅല ലഹു ശുറകാഅ ഫീമാ ആതാഹുമാ ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. ഫലമ്മാ ആതാഹുമാ സാലിഹാ,
അങ്ങനെ അവരിരുവർക്കും അള്ളാഹു നല്ല ഒരു കുട്ടിയെ നൽകുമ്പോൾ, സ്വാലിഹായ ഒരു കുട്ടിയെ പ്രസവത്തിലൂടെ നൽകുമ്പോൾ, ജഅലഹു ശുറകാ ഫീമാ ആതാഹുമാ, അവർക്ക് നൽകിയതിൽ അള്ളാഹു അവന് പങ്കുകാർ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഗർഭിണിയായിരിക്കുമ്പോ ദുആ ചെയ്യും, നല്ല മക്കളെ തരണേ എന്ന്, നന്ദിയുള്ളവരിൽ പെടാമെന്നൊക്കെ സത്യം ചെയ്ത് പറയും. എന്നിട്ട് ഫലമ്മാ ആതാഹുമാ സ്വാലിഹ, ആ ദമ്പതികൾക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കുമ്പോ കൊടുത്തു, പ്രസവത്തിൽ നല്ലൊരു കുഞ്ഞിനെ കിട്ടി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ജഅല, ആ മാതാപിതാക്കൾ സ്ഥാപിക്കുന്നു, ലഹു അള്ളാഹുവിന് ശുറകാ, പങ്കുകാർ സ്ഥാപിക്കുന്നു. ഏത് വിഷയത്തിൽ? ഫീമാ ആതാഹുമാ, അവർക്ക് നൽകിയ കുഞ്ഞിന്റെ കാര്യത്തിൽ. ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു മഹോന്നതനാണ്. ഫതആല അല്ലാഹ്, അള്ളാഹു മഹോന്നതനാണ്. അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം. പറഞ്ഞാൽ കുഞ്ഞൻ ജനിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ന ആളെ പിന്നെ ബിംബത്തിന്റെ വർക്കത്തുകൊണ്ട് കിട്ടിയതാണ്, അല്ലെ ഇന്നത് ചെയ്തിട്ട് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശിർക്ക്പരമായ വാചകങ്ങൾ പറയുക, അല്ലെങ്കിൽ അള്ളാഹു ചെയ്തത് ഞമ്മത്തപ്പം മറക്കുക, റബ്ബാണ് ഈ കുഞ്ഞിനെ തന്നത് എന്ന് പറഞ്ഞിട്ട് ശിർക്ക് സ്ഥാപിക്കുക. ഈ രണ്ട് വാക്യങ്ങൾ 189 190 ഇതിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, ഈ ആയത്തുകൾ രണ്ടും 189 190 ആദം നബി അലൈഹി സ്വലാമും ഹവ്വാ ബീവിയുമായി റളിയല്ലാഹു അൻഹു ബന്ധപ്പെട്ട് പറഞ്ഞതല്ല, പൊതുവേ മനുഷ്യരുടെ നിലപാട് ചൂണ്ടിക്കാട്ടിയതാണ്. ഇതാണ് ഒരു അഭിപ്രായം. ഇനി വേറൊരു അഭിപ്രായമുണ്ട്. 189 വചനത്തിന്റെ പരാമർശങ്ങൾ ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വാ ബീവിയെയും കുറിച്ച് തന്നെയാണ്. പക്ഷേ 190 ആയത്തിലെ പരാമർശങ്ങൾ അവർ രണ്ടുപേരെയും കുറിച്ചല്ല. വിഷയസംബന്ധമായി ബന്ധമുണ്ടെങ്കിൽ തന്നെ ഉദ്ദേശം അവർ രണ്ടുപേരുമല്ല 190 ആയത്ത് കൊണ്ട്. പിന്നെ ആരാണ്? അവരുടെ മക്കളിൽ പിന്നീട് വന്ന ചില ഇണകളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. അതായത് മനുഷ്യ സമൂഹത്തിന്റെ പൊതുവെയുള്ള സ്വഭാവം അനാവരണം ചെയ്യുകയാണ് അള്ളാഹു തആല. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന മക്കളെ ലാത്തിന്റെയും ഉസ്സയുടെയും മനാത്തിന്റെയും മറ്റു ബിംബങ്ങളുടെയും ദുന്യാവിന്റെയും ആഡംബരത്തിന്റെയും യുക്തിവാദത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും മറ്റും അടിമകളാക്കി മാറ്റുന്നത് മാതാപിതാക്കളാണല്ലോ, അല്ലേ? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 190 ആയത്തിൽ അവർ രണ്ടുപേർക്കും ഒരു നല്ല കുട്ടിയെ നൽകിയപ്പോൾ ഫലമ്മാ ആതാഹുമാ സ്വാലിഹൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു, അല്ലേ? എന്നിട്ട് അവർ അള്ളാഹുവിന് പങ്കാളികളെ ഏർപ്പെടുത്തി എന്നുള്ളിടത്ത് ജഅല ലഹു ശുറകാ എന്നും പറഞ്ഞു. ഈ വാക്യങ്ങളിലെ ലമാഇറുകൾ, സർവനാമങ്ങൾ ആദം നബിയെയും ഹവ്വാബിയെയും ഉദ്ദേശിച്ചാണ് എന്ന് പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ തോന്നാം. പക്ഷെ അങ്ങനെയല്ല. അവർ എന്ന ലമീർ, സർവനാമങ്ങൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആദം നബിയെയും ഹവ്വാബിയെയും കുറിച്ചാണ് തോന്നാം റളിയല്ലാഹു അൻഹു. പക്ഷെ അങ്ങനെയല്ല. കാരണം ആ ലമീറുകളുടെ ഉദ്ദേശം ആദം നബിയും ഹവ്വാബിയും അല്ല, അവരുടെ സന്താന പരമ്പരകളിൽ ഉണ്ടാവാൻ പോകുന്ന ചില ഇണകളാണ് എന്ന് മനസ്സിലാക്കണം. അത് എവിടുന്ന കിട്ടിയത്? കാരണം ആ ആയത്തിന്റെ അവസാനത്തിൽ ഫതആലല്ലാഹു അമ്മാ യുശ്രികൂൻ എന്ന് ബഹുവചനം ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്മാ യുശ്രികൂൻ, അവർ എന്ന് ബഹുവചനം ഉപയോഗിച്ച് പറഞ്ഞു. രണ്ടുപേരാണെങ്കിൽ ബഹുവചനം ഉപയോഗിക്കില്ലല്ലോ, ദ്വിവചനമല്ലേ ഉപയോഗിക്കുക. അപ്പൊ ബഹുവചനം ഉപയോഗിച്ചുകൊണ്ട് എന്ത് മനസ്സിലായി? ആദം നബിയും ഹവ്വാബിയും എന്ന രണ്ടുപേരല്ല ഉദ്ദേശം, അതിനുശേഷം വരുന്ന ചില ഇണകളാണ്, ചില മാതാപിതാക്കളാണ്. 189 ആയത്തിൽ എന്ന പോലെ 190 ആയത്തിലെയും പരാമർശം ആദമിനെയും ഹവ്വയെയും റളിയല്ലാഹു അൻഹുമ ഉദ്ദേശിച്ചായിരുന്നുവെങ്കിൽ അറബി ഭാഷ അനുസരിച്ച് അവിടെ അമ്മാ യുശ്രികൂൻ എന്ന് പറഞ്ഞതിന് പകരം ദ്വിവചനമായ അമ്മാ യുശ്രിക്കാനി എന്ന് പറയേണ്ടിയിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കി, അമ്മാ യുശ്രികൂൻ എന്ന് പറഞ്ഞത് പൊതുവേയുള്ള സ്വഭാവം പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഈ വചനങ്ങളോട് തുടർച്ചയായി ഈ വിഷയത്തോട് ബന്ധമുള്ള 190 ആയത്തിലൊക്കെ ആ യുശ്രികൂൻ, അവർ എന്ന ബഹുവചനമാണ് പറയുന്നത്. അതുപോലെ തന്നെ വഹും യുഫ്റഖൂൻ, അവർ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ബഹുവചനമാണ് പറയുന്നത്. അപ്പൊ അവിടെയുള്ള ലമീറുകളൊക്കെ, സർവനാമങ്ങളൊക്കെ ബഹുവചന രൂപത്തിൽ തന്നെയാണ്. ഈ പറഞ്ഞ അഭിപ്രായമാണ് ഇമാം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി പ്രബലമാക്കുന്നത്. തഫ്സീർ ജലാലൈനിയും ഇതേ അഭിപ്രായമാണ് പറഞ്ഞത്. ഖുർആനിന്റെ ഒരു പൊതു ശൈലിയാണിത്. അതുപോലെ തന്നെ ഭാഷാ ശൈലിയിലെ ഒരു പ്രയോഗം കൂടിയാണ് ഇത്തരം പരാമർശങ്ങൾ. ഉദാഹരണമായി ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ വസ്അലിൽ ഖറിയ, രാജ്യത്തോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താ ഉദ്ദേശം? ആ രാജ്യത്തുള്ള ആളുകളോട് ചോദിക്കൂ എന്നാണ്. വസ്അലിൽ ഖറിയ, അഹ്ലുൽ ഖറിയ എന്നാണ് ഉദ്ദേശം. പക്ഷെ പറഞ്ഞത് എന്താണ്? വസ്അലിൽ ഖറിയ. അതേപോലെ തന്നെ നിങ്ങളെ ഫിർഔന്റെ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് ബനൂ ഇസ്രായേലിനോട് പറയുന്നുണ്ട്.
അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ജൂതന്മാരോട് പറയുന്നുണ്ട്, നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ. സത്യത്തിൽ അവരെ അല്ലല്ലോ രക്ഷപ്പെടുത്തിയത്, പിന്നെ അവരുടെ പൂർവികരായ ആളുകളെയാണ് രക്ഷപ്പെടുത്തിയത്. അതാണല്ലോ അവിടെ ഉദ്ദേശം. നിങ്ങളുടെ പൂർവികന്മാരെ ഫിർഔന്റെ ആളുകൾ രക്ഷപ്പെടുത്തി. പക്ഷെ പറഞ്ഞത് എന്താ? നിങ്ങളെ രക്ഷപ്പെടുത്തി എന്നാണ്. ഇതേപോലെ ഒരു പ്രയോഗം തന്നെയാണ് ഇവിടെയും ഉള്ളത്. 189 ആയത്തിൽ മനുഷ്യവർഗത്തിലെ ഒന്നാമത്തെ 2 ഇണകളെ പറ്റി പറഞ്ഞു, അതായത് ആദം നബിയും ഹവ്വാബിയും റളിയല്ലാഹു അൻഹ. 190 പറഞ്ഞതോ അവരുടെ ശേഷം വന്ന സന്താന പരമ്പരകളിലെ ഇണകളുടെ ഭാഗത്ത് നിന്ന് അവരുടെ നിലപാടിന് ഘടകവിരുദ്ധമായ മറ്റൊരു നിലപാടുണ്ടായി എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ 190 ആയത്തിലെ ആശയം ഇങ്ങനെ മനസ്സിലാക്കാം: മനുഷ്യവർഗത്തിന്റെ ആദ്യത്തെ മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കളും അവർക്കൊരു കുഞ്ഞു ജനിച്ചപ്പോൾ സ്വീകരിച്ച നിലപാട് 189 പറഞ്ഞതുപോലെയായിരുന്നു. പിന്നീട് വന്ന പല മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും അവരുടെ ആ മാതൃകയുടെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്തത്. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിക്കുകയാണ് അവർ ചെയ്തത്. നേരത്തെ പറഞ്ഞല്ലോ, മക്കൾക്ക് ഉസ്സ എന്ന് പേരിട്ടു. അബ്ദുൽ ഉസ്സ, വിഗ്രഹത്തിന്റെ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടി അബ്ദുൽ ഉസ്സ എന്ന് പേരിട്ടു. സൂര്യന്റെ അടിമ എന്ന അർത്ഥം വരുന്ന അബ്ദുൽ ഷംസ് എന്ന് പേരിട്ടു. വേറെ ചില ആളുകൾ ഇന്ന ബിംബങ്ങളാണ് ഞങ്ങൾക്ക് മക്കളെ തന്നത് എന്ന് ധരിച്ചു. ചിലർ മക്കളെ ചില ബിംബങ്ങൾക്ക് ഒഴിഞ്ഞു വെച്ചു. കാരണം അള്ളാഹു കനിഞ്ഞു നൽകിയ സന്താനങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവർക്കും അവർ അവകാശം നൽകി, പങ്കു നൽകി, അങ്ങനെ പങ്കുകാരുണ്ടാക്കി എന്നർത്ഥം. ഇത്തരം എല്ലാ ശിർക്കുകളിൽ നിന്നും അള്ളാഹു തആല പരിശുദ്ധനാണ്. മഹാന്മാരായ പല ഖുർആൻ മുഫസ്സിരീങ്ങളും 190 ആയത്തിന് നൽകിയ വ്യാഖ്യാനം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇവിടെ ഇനി മറ്റൊരു വിഷയം ശ്രദ്ധിക്കാനുണ്ട്. ഈ 190 ആയത്തിനെ തെറ്റായ രൂപത്തിൽ ചില ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. മഹാന്മാരായ പല മുഫസ്സിരീങ്ങളും ആ വ്യാഖ്യാനം തള്ളിക്കളഞ്ഞിട്ടും ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കി പറയാം. അത്തരം വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോൾ അത് ശരിയല്ല എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് അതൊന്ന് ചുരുക്കി പറയുകയാണ്. എന്താ സംഭവം എന്നറിയോ? ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വാബിയും ശാരീരികമായി ബന്ധപ്പെട്ട് ഇണചേർന്നു. ഹവ്വാബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു. ആദ്യം അവർക്കതൊരു ഭാരമായി തോന്നിയില്ല. ആദ്യം ഗർഭം ഒരിക്കലും പ്രയാസകരമാവില്ലല്ലോ. പിന്നീട് അത് ഭാരമായി മാറി. അവർ രണ്ടുപേരും അംഗഭംഗമില്ലാത്ത നല്ലൊരു കുട്ടിയെ തരണേ എന്ന് അള്ളാഹു ദുആ ചെയ്തു. അങ്ങനെ നല്ലൊരു കുട്ടിയെ ലഭിച്ചാൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കാം എന്നും സത്യം ചെയ്തു. അങ്ങനെ പ്രസവം കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞപ്പോൾ ഇബ്ലീസ് അവിടെ അടുത്തെത്തി. ഇബ്ലീസ് വന്നു ഹവ്വാബിയുടെ അടുത്ത്. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുട്ടിക്ക് അബ്ദുൽ ഹാരിസ് എന്ന് പേരിടണം. അബ്ദുൽ ഹാരിസ്. ഹാരിസ് എന്ന് പറഞ്ഞാല് ഇബ്ലീസിന് ആകാശത്ത് വിളിക്കുന്ന ഒരു പേരാണ്. ആകാശത്തുള്ള ഒരു പേരാണ്. ഇബ്ലീസിന്റെ പേരാണ് ഹാരിസ്. ആകാശത്തുള്ള ഒരു പേരാണ്. അത് ഇടണം എന്ന് ഉപദേശിക്കുകയാണ് ഹവ്വാബിയെ. അങ്ങനെ അവർ ആ പേരിട്ടു കുഞ്ഞിന്. ഈ പേരിട്ടതിനെ കുറിച്ചാണ് ഇവിടെ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് ഇബാദത്തിൽ പങ്കുചേർത്ത ശിർക്കല്ല. അതാണല്ലോ അല്ലാഹു തആല പൊറുക്കാത്ത ശിർക്ക്. ഇബ്ലീസിന്റെ ഉപദേശം കേട്ട് കുട്ടിക്ക് അബ്ദുൽ ഹാരിസ് എന്ന് പേരിട്ടു എന്ന് മാത്രം. വേറൊരു രൂപത്തിൽ ഈ സംഭവം പറയാറുണ്ട്. അതായത് ആദം നബി അലൈഹി സ്വലാമിനും ഹവ്വാബിക്കും റളിയല്ലാഹു അൻഹുമ ആദ്യം ജനിച്ച മക്കൾ ജീവിച്ചില്ലാത്തത്, പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അപ്പൊ അവർ സങ്കടപ്പെട്ടു. അപ്പൊ ഇബ്ലീസ് അവരെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇത്രേ, ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടി ജനിക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ ആ കുട്ടിക്ക് നിങ്ങൾ പ്രസവിക്കുമ്പോൾ അബ്ദുൽ ഹാരിസ് എന്ന് പേര് വെച്ചാൽ മതി, ഇന്ന് ആ കുട്ടി ജീവിക്കും. അങ്ങനെ അതിനനുസരിച്ച് അവരെ പേരിട്ടു എന്നാണ് പറയുന്നത്. ഈ പേര് സ്വീകരിച്ച ഉദ്ദേശിച്ചാണ് അവർ രണ്ടാളും അള്ളാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കി എന്ന് പറഞ്ഞത്. ഇവിടെ രണ്ടുപേർ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞത് സാധാരണ അർത്ഥത്തിൽ ആരാധനയിലുള്ള ശിർക്ക് എന്ന ഉദ്ദേശത്തിലല്ല, ഒരു നാമമാത്ര ശിർക്ക് എന്ന ഉദ്ദേശത്തിലാണ്. ഇങ്ങനൊരു വ്യാഖ്യാനം പല ആളുകളും കൊടുക്കാറുണ്ട്. ഈ വ്യാഖ്യാനം തെറ്റാണ്, ശരിയല്ല. പല കാരണങ്ങളാലും ഇത് ശരിയല്ല എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇമാം റാസി, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിം അടക്കമുള്ള ആളുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയല്ല. മുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ 183 190 വചനങ്ങളിലെ സർവനാമങ്ങളുടെ ലമീറുകളുടെ വ്യത്യാസങ്ങൾക്ക് പുറമെ വേറെയും പല കാരണങ്ങളും നിരത്തിയാണ് മഹാനായ ഇമാം റാസി തങ്ങൾ ഈ വ്യാഖ്യാനത്തെ ഖണ്ഡിച്ചിരിക്കുന്നത്. ഇബ്ലീസിന്റെ ഉപദേശങ്ങളെപ്പറ്റി, കുതന്ത്രങ്ങളെപ്പറ്റി, ചതിയെപ്പറ്റി മറ്റാരെക്കാളും അനുഭവത്തിലൂടെ പഠിച്ചു മനസ്സിലാക്കിയ ആളാണ് ആദം നബി അലൈഹി ഇസ്ലാം. ആ ആദം നബി അലൈഹി ഇസ്ലാം ഹവ്വാബിയും പിന്നെയും അവർ ഉപദേശം സ്വീകരിക്കുമോ? ഇല്ലല്ലോ. അതിലേറെ ഗുരുതരമായ തെറ്റെന്താണ്? എത്ര ചെറിയതായിരുന്നാലും ലഘുവായിരുന്നാലും ഷിർക്കിന്റെ വകുപ്പിൽപ്പെട്ട
വകുപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം മഹാനായ ആദം നബി അലൈഹി ഇസ്ലാം ചെയ്തു എന്ന് സമ്മതിക്കാൻ നമുക്ക് കഴിയോ? പ്രവാചകനല്ലേ. അത് ഉബൂദിയത്തിന്റെ ശിർക്ക് അല്ല എന്നവർ പറയുന്നത് ശരി, ഒരു ഉപദേശം കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയായാൽ പോലും എത്ര ലഘുവായിരുന്നാലും ശിർക്കിന്റെ വകുപ്പിൽപ്പെട്ട ഒരു ചെറിയ കാര്യം പോലും ആദം നബി അലൈഹി ഇസ്ലാം ചെയ്തു എന്ന് സമ്മതിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ലല്ലോ. ഇതൊക്കെയാണ് മഹാനായ ഇമാം റാജി തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വ്യാഖ്യാനം ശരിയല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സൂക്തങ്ങൾ രണ്ടും അഥവാ ആദം നബി അലൈഹി ഇസ്ലാം ഹവ്വാബിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതല്ല, പൊതുവെ മനുഷ്യന്റെ നിലപാട് വരച്ചു കാട്ടിയതാണ് എന്നാണ് മഹാനവറുകൾ പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. മഹാനവറുകളിൽ സംബന്ധമായി പറഞ്ഞതിന് ചുരുക്കം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ചില പ്രധാനികൾ അടക്കം പലരും നേരത്തെ നമ്മൾ പറഞ്ഞ ഇബ്ലീസിന്റെ കഥ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ഇസ്രായേലിയാത്തുകളായി വേദക്കാരിൽ നിന്ന് കിട്ടിയ കഥകളായിരിക്കാം. ഇസ്രായേലിയാത്ത് എന്നാണ് അതിന് പറയാം. വേദക്കാരിൽ നിന്ന് ലഭിക്കുന്ന കഥകൾ, അവരെന്ന് പറഞ്ഞു കേൾക്കുന്ന കഥകൾ. ഇത്തരം ചരിത്രങ്ങൾ മൂന്നാലൊരു രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മുടെ മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. വല്ല ഇസ്രായേലിയത്തിനും കേട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ശരിയാണെന്ന് സ്ഥിരപ്പെട്ട സംഭവങ്ങൾ, അത്തരം സംഭവങ്ങൾ ഇസ്രായേലികളിൽ നിന്നും യഹൂദികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നും കേട്ടാൽ, ഇസ്രായേലിയാത്തിന്റെ ഭാഗമായി കേട്ടാൽ അത് അംഗീകരിക്കാം. കാരണം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായി ഒരു രൂപം, ഈ സംഭവം രണ്ടാൽ ഒന്നുകൊണ്ട് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ കള്ളമാണ്, വ്യാജമാണെന്ന് സ്ഥിരപ്പെട്ടത്, അത് സ്വീകരിക്കാൻ പാടില്ല, തള്ളിക്കളയേണ്ടതാണ്. മൂന്നാമതൊരു രൂപമുണ്ട്, ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സത്യമാണെന്നോ കള്ളമാണെന്നോ തെളിഞ്ഞിട്ടില്ലാത്ത ചരിത്രങ്ങൾ. ആ ചരിത്രം ഉദ്ധരിക്കാം, പക്ഷേ അത് സത്യമാണെന്നോ അസത്യമാണെന്നോ അതിനെക്കുറിച്ച് പറയരുത്. ഈ മൂന്നാം വകുപ്പിനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇങ്ങനെ പറഞ്ഞത്, അവരെ നിങ്ങൾ ശരിവെക്കുകയും വ്യാജമാക്കുകയും ചെയ്യരുത്. മേൽപ്പറഞ്ഞ കഥ, ഇബ്ലീസിന്റെ ആ കഥ സ്വഹാബികളിലും താബികളിലുംപ്പെട്ട പല പ്രമുഖരും ഉദ്ധരിച്ചത് ഈ മൂന്നാം ഇനത്തിൽപ്പെട്ടതായിരിക്കാം, മൂന്നാം ഇനത്തിൽപ്പെട്ടതായി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അത് ശരിയാണെന്നോ നുണയാണെന്നോ നമ്മൾ പറയാൻ പോകണ്ട. നമ്മൾ ആ ആയത്തുകൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കുകയും വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ആയത്ത് ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഹവ്വാബിയെ കുറിച്ചും, രണ്ടാമത്തെ ആയത്ത് അവർക്ക് ശേഷം വന്ന മാതാപിതാക്കളെ കുറിച്ചുമാണ്. അതല്ലെങ്കിൽ മറ്റൊരഭിപ്രായം, രണ്ട് ആയത്തും മനുഷ്യരുടെ പൊതു സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞതാണ്. ആദം നബിയും ഹവ്വാബിയും അതിൽ പങ്കുകാരെയല്ല. ഇങ്ങനെയാണ് നമ്മൾ ആയത്തിനെ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ 190-ാം വാക്യം ജഅല ലഹു ശുറകാ എന്ന് പറഞ്ഞത്, അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞതിൽ ആ രണ്ടുപേർ ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും ഹവ്വാബിയുടെയും ശേഷം അവരുടെ മക്കളിൽ വന്ന ഭാര്യ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ടാണ് ആയത്തിന്റെ അവസാനം ഫതആലല്ലാഹു അമ്മാ യുശ്രികൂൻ എന്ന ബഹുവചനത്തിൽ പറഞ്ഞത്. ഇബാദത്ത് ചെയ്തുകൊണ്ടല്ലെങ്കിൽ പോലും ആദം നബി അലൈഹി ഇസ്ലാം ഹവ്വാബിയും പിശാചിന്റെ ദുർബോധനത്തിൽ വീണ്ടും വശംവദരായി എന്ന് നമ്മൾ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ വ്യാഖ്യാനം തള്ളിക്കളയേണ്ടതാണ്. ഇനി നമ്മൾ 191-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിന്റെ അധികാരങ്ങളിലോ പ്രവൃത്തികളിലോ അവന്റെ പങ്കുകാരെന്ന് പറഞ്ഞ് മുശ്രിക്കുകൾ ആരാധിച്ചു കൊണ്ടിരുന്ന കുറെ വസ്തുക്കൾ ഉണ്ടായിരുന്നല്ലോ. ആ വസ്തുക്കളുടെ അവസ്ഥ എന്താണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ആ വസ്തുക്കൾക്കൊന്നും തന്നെ സൃഷ്ടിക്കാനുള്ള കഴിവില്ല. ബിംബങ്ങൾ എന്തിനേലും സൃഷ്ടിക്കുമോ? ഇല്ലല്ലോ. അതുതന്നെ സൃഷ്ടികളാണ്. ആ ബിംബങ്ങൾ തന്നെ അള്ളാഹു തആല പടച്ചുണ്ടാക്കിയ സാധനങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാരെ കുത്തിയുണ്ടാക്കിയ സാധനങ്ങളാണ്. അതായത് അതൊക്കെ അള്ളാഹു തആല പടച്ചതാണെന്നർത്ഥം. അതുപോലെ തന്നെ ഈ വസ്തുക്കൾക്കൊന്നും മറ്റുള്ളവരെയോ അതിനെ തന്നെയോ സഹായിക്കാൻ കഴിയുകയുമില്ല. സ്വന്തത്തെപ്പോലും സംരക്ഷിക്കാനോ സ്വന്തത്തെപ്പോലും ആപത്തുകളെ തടുക്കാനോ ഈ ബിംബങ്ങൾക്ക് കഴിയില്ല. ഈ വസ്തുത എന്താണ് അതിനെ ആരാധിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാത്ത, അവർക്ക് തന്നെ അത് അറിയാം, പക്ഷെ എന്നിട്ട് അവർ ചിന്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ ഈ വസ്തുക്കളെ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത്? അതിനെയൊക്കെ ആരാധിക്കുന്നത് എന്തുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. നോക്കാം. 191 മുതൽ 193 വരെയുള്ള ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യഖ്ലുഖൂൻ വലാ യസ്തതിഊന ലഹും നസ്റൻ വലാ അൻഫുസഹും യൻസുറൂൻ വഇൻ തദ്ഊഹും ഇലൽ ഹുദാ ലാ യത്തബിഊകും സവാഉൻ അലൈക്കും അദഅഉതുമൂഹും അം അൻതും സാമിതൂൻ. അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅ,
ഒരു വസ്തുവിനെയും സൃഷ്ടിക്കാത്തവയെയാണോ അള്ളാഹുവിനോട് അവർ പങ്കുചേർക്കുന്നത്? അയുശ്രികൂൻ, അവർ പങ്കുചേർക്കുകയാണോ മാ ലാ യഖ്ലുഖു ശൈആ, ഒന്നിനെയും സൃഷ്ടിക്കാത്തവയെ, ഒന്നിനെയും സൃഷ്ടിക്കാത്ത ബിംബങ്ങളെയാണ് അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നത്. അള്ളാഹു ആണെങ്കിൽ എല്ലാം സൃഷ്ടിച്ചവനാണ്, ഈ ബിംബങ്ങളോ ഒന്നും സൃഷ്ടിക്കാത്തതാണ്. അങ്ങനെ ഒന്നും സൃഷ്ടിക്കാത്തതിനെയാണ് അവർ പങ്കുചേർക്കുന്നത്. വഹും യുഖ്ലഖൂൻ, ഈ ബിംബങ്ങൾ തന്നെ നിർമ്മിച്ചുണ്ടാക്കപ്പെടുന്നവയാണല്ലോ. വഹും, ആ വസ്തുക്കൾ, യുഖ്ലഖൂന, നിർമ്മിച്ചുണ്ടാക്കപ്പെടുന്നവയാണ്. മാത്രമല്ല വലാ യസ്തതിഊന ലഹും നസ്റൻ വലാ അൻഫുസുഹും യൻസുറൂൻ, വലാ യസ്തതിഊന, ആ വസ്തുക്കൾക്ക് സാധിക്കുകയുമില്ല, ലഹും നസ്റ, അവരെ സഹായിക്കാനോ, വലാ അൻഫുസുഹും, സ്വന്തത്തിനെ തന്നെ, യൻസുറൂൻ, സഹായിക്കാനോ കഴിയുകയില്ല. വലാ യസ്തതിഊന ലഹും നസ്റ, അവർക്ക് പങ്കു ചേർക്കുന്ന ആളുകൾക്ക് സഹായം ചെയ്യാൻ ഈ ആരാധ്യ വസ്തുക്കൾക്ക് കഴിയില്ല. വലാ അൻഫുസുഹും യൻസുറൂൻ, സ്വന്തത്തെ തന്നെ സഹായിക്കാനും അവർക്ക് കഴിയില്ല. ഈ ആരാധിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തീർക്കാനും കഴിയില്ല, സ്വന്തത്തിനെ തന്നെ സഹായിക്കാനും കഴിയില്ല. സ്വന്തം ഒരു ഈ സമയത്ത് വന്നിരുന്ന ബിംബങ്ങൾ കാട്ടാൻ കഴിയും? ഇല്ലല്ലോ. വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ലാ യത്തബിഊകും, ഇനി മുഅ്മിനീങ്ങളോട് പറയാം, വഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ ക്ഷണിക്കുകയാണെങ്കിൽ ഇലൽ ഹുദാ, സന്മാർഗത്തിലേക്ക്, ലാ യത്തബിഊകും, അവർ നിങ്ങളെ പിന്തുടരുകയില്ല, നിങ്ങൾ പറഞ്ഞിടത്തേക്ക് അവർ വരൂല, അവർ സ്വീകരിക്കൂല. സവാഉൻ അലൈക്കും, നിങ്ങൾക്ക് സമമാണ്, അദഅഉതുമൂഹും, നിങ്ങൾ അവരെ ക്ഷണിച്ചാലും, അം അൻതും സാമിതൂൻ, നിങ്ങൾ മൗനം അവലംബിച്ചാലും രണ്ടും സമാനം, അവർ കേൾക്കാൻ പോണില്ല. സവാഉൻ അലൈക്കും അദഅഉതുമൂഹും അം അൻതും സാമിതൂൻ, നിങ്ങൾ അവരെ ക്ഷണിച്ചാലും മൗനം പാലിച്ചാലും നിങ്ങൾക്ക് സമമാണ്, അവർ കേൾക്കാൻ പോകുന്നില്ല. അവർ അതിൽ കണ്ടുപിടിച്ചു പോയിട്ടുണ്ടെന്നർത്ഥം. ഇമാം ഇബ്ൻ കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. മുആദ് ഇബ്നു അംർ, മുആദ് ഇബ്നു ജബൽ എന്നീ രണ്ട് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന എത്തിയ ശേഷം ഇസ്ലാം സ്വീകരിച്ചു. അവർക്ക് തൗഹീദ് ശരിക്കും മനസ്സിലായി, ബിംബാരാധനയുടെ ബുദ്ധിശൂന്യത മനസ്സിലായി. അങ്ങനെ ബിംബങ്ങളോടും ആ ബിംബാരാധനയോടും വല്ലാത്ത വെറുപ്പ് തോന്നി അവർക്ക് മനസ്സിൽ. മുആദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പിതാവുണ്ടായിരുന്നു, അംർ ഇബ്നുൽ ജമൂഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അംർ ഇബ്നുൽ ജമൂഹ് ആ ഗോത്രത്തിന്റെ നേതാവാണ്, കടുത്ത ബിംബാരാധകനാണ്. അപ്പോ മകനിങ്ങനെ തോന്നി, മുആദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു തോന്നി, ബാപ്പാനെ ഇതിന്റെ ബുദ്ധിശൂന്യത ഒന്നും മനസ്സിലാക്കി കൊടുക്കണം. അതിന് രണ്ട് യുവാക്കൾ കൂടെ, മുആദ് ഇബ്നു അംർ എന്നവരും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു രണ്ടുപേരും കൂടെ ചില പൊടിക്കൈകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എന്താണ് അവർ ചെയ്തതെന്നറിയോ? അംർ ഇബ്നു ജമൂഹിന്റെ ബിംബത്തിന്റെ അടുത്തേക്ക് ഇവർ പോകും. രാത്രി പോയിട്ട് ആ ബിംബത്തിന്റെ അടുത്തിട്ട് തല കുത്തി നിർത്തും. എന്നിട്ട് അതിന്മേൽ മാലിന്യങ്ങൾ പൂശിപ്പോരും, മാലിന്യം വെതറും. നേരം വെളുക്കുമ്പോ എന്താ അവസ്ഥ? അംർ ഇബ്നു ജമൂഹ് അവിടെ ചെന്ന് നോക്കുമ്പോ മനസ്സ് പൊട്ടുന്ന ഈ കാഴ്ച കാണാൻ. എന്റെ ദൈവം തലകുത്തി നിൽക്കുന്നു, മാലിന്യങ്ങൾ പുരണ്ടിരിക്കുന്നു. ആരാണ് ഇങ്ങനെ ചെയ്തത്? ആ ചെയ്ത ആളെ ശപിച്ച് ആ ബിംബത്തെ കുളിപ്പിച്ച് സുഗന്ധം പൂശിക്കൊടുക്കും. വൈകുന്നേരം ആയാലും വീണ്ടും ഇത് ആവർത്തിക്കും. ആ രണ്ട് ചെറുപ്പക്കാർ പല രാത്രികളിലും ഇങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു ദിവസം ഈ ധിക്കാരം സഹിക്കവയ്യാതെ ആയപ്പോ അംർ ഇബ്നു ജമൂഹ് എന്താ ചെയ്തെന്നറിയോ? നല്ലൊരു മൂർച്ചയുള്ള വാള് കൊണ്ട് കൊടുത്തു ദൈവത്തിന്. എന്നിട്ട് ആ ദൈവത്തിന്റെ ബിംബത്തിന്റെ അരികെ ആ വാളിങ്ങനെ തൂക്കി വെച്ചിട്ട് ആ ബിംബത്തിന്റെ മേത്ത്, ശരീരത്തെ, ദേഹത്ത് അത് ഇങ്ങനെ വാളിങ്ങനെ തൂക്കി വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ശത്രുക്കൾ വരുമ്പോ നീ ഈ വാള് കൊണ്ട് നീ തന്നെ കൈകാര്യം ചെയ്തോ എന്ന് ദൈവത്തോട് പറഞ്ഞു. നിന്നെ ഇങ്ങനെ മാലിന്യം പൂശി തല കുത്തിനെ നിർത്താൻ വരുന്ന ആൾക്കാരില്ലേ, ആ ആൾക്കാരെ നീ സ്വന്തം കൈകാര്യം ചെയ്യണമെന്ന് ദൈവത്തോട് അപേക്ഷിച്ചിട്ട് അവിടെ പോയി. ആ രാത്രിയും വന്നു നമ്മുടെ രണ്ട് യുവാക്കൾ. വന്നപ്പോ എന്താ കണ്ടത്? ബിംബത്തിന്റെ അടുക്ക നല്ല മൂർച്ചയൊരു വാളുണ്ട്. ഇവർക്ക് സംഗതി പിടുത്തം കിട്ടി. ഇവരെന്താ ചെയ്തത്? ആ ബിംബത്തെ അടിയോടെ പൊക്കി അവിടുന്ന് പൊക്കിയിട്ട് ഒരു നായയുടെ ശവത്തിന്റെ കൂടെ ഒരു പൊട്ടക്കിണറ്റിൽ കെട്ടിത്തൂക്കി. നേരം വെളുത്തപ്പോ അംർ ഇബ്നു ജമൂഹ് വന്നു നോക്കി, ആകെ ബേജാറായി. ദൈവത്തെ കാണാനില്ല, എവിടെ പോയി? തെരഞ്ഞു. ഒടുവിൽ കണ്ടു ആ ഹൃദയഭേദകമായ കാഴ്ച. ഒരു നായയോടൊപ്പം തൂങ്ങിച്ചെത്തിരിക്കുന്നു. നായന്റെ ഒപ്പം കെട്ടി തൂക്കിയല്ല അവർ രണ്ടുപേർ.
ഇത്രയുമായപ്പോഴേക്കും അംർ ഇബ്നു ജമൂഹിന്റെ മനസ്സ് മാറാൻ തുടങ്ങിയിരുന്നു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിരുന്നു, ഇതുവരെ ചെയ്ത വിഡ്ഢിത്തരം മനസ്സിലായി തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്നൊരു പാട്ട് പാടിയത്. ആ ബിംബത്തെ നോക്കിയിട്ട്, പൊട്ടക്കിണറ്റിൽ തൂങ്ങിക്കിടക്കുന്ന ബിംബത്തെ നോക്കിയിട്ട് ഒരു പാട്ട് പാടി, നല്ല ഒന്നാം തരം പാട്ട്. ആ ബിംബത്തെ അഭിസംബോധന ചെയ്ത്, നീ സാക്ഷാൽ ദൈവമായിരുന്നെങ്കിൽ നായയുടെ ശവത്തോടൊന്നിച്ച് ഇങ്ങനെ ഹീനമായ രൂപത്തിൽ നീ കെട്ടിത്തൂക്കപ്പെടുമായിരുന്നില്ല. ഇതാണ് ആ പാട്ടിന്റെ ആശയം. യാ അല്ലാഹ്, മൂപ്പർക്ക് മനസ്സിലായി ഈ ബിംബത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല, സ്വന്തത്വത്തിനെ തടുക്കാൻ കഴിയില്ല. നമ്മൾ ആറ്റ് പഠിച്ചല്ലോ, സ്വന്തത്വത്തിനെ തടുക്കുക. എന്നിട്ടല്ലേ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ കഴിയാ? അതിനെ ഒഴിവാക്കി വലിച്ചെറിഞ്ഞു, ബഹുദൈവ വിശ്വാസം വലിച്ചെറിഞ്ഞു, ബിംബാരാധന പിന്മാറി, മുസ്ലിമായി മാറി. അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു നല്ല മുസ്ലിമായി മാറി എന്ന് മാത്രമല്ല, ഉഹദ് യുദ്ധത്തിൽ അവിസ്മരണീയമായ രംഗങ്ങൾ കാഴ്ചവെച്ച് ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. ഇന്ന് നമ്മൾ 194-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ആ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ബിംബങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് അടുത്ത ആയത്ത്. അങ്ങനെ വല്ല കഴിവുമുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. നിങ്ങളെപ്പോലെ നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അത് ജീവികളും നിർജീവികളും വിഗ്രഹങ്ങളും അല്ലാത്തവരെന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അടിമകൾ തന്നെയാണല്ലോ. അതിനൊന്നും എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക? നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ അതിനൊന്ന് വിളിച്ചത് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് കാണിച്ചു തരൂ. അതാണ് 194-ാമത്തെ ആയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഊഹും ഫലസ്തജീബൂ ലക്കും ഇൻ കുൻതും സ്വാദിഖീൻ. ഇന്നല്ലദീന, നിശ്ചയമായും, തദ്ഊന, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ വിട്ട്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളില്ലേ, അതെല്ലാം ഇബാദുൻ, അടിമകൾ തന്നെയാണ്. അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ തന്നെയാണ്. അള്ളാന്റെ അടിമകളാണ്, അള്ളാഹു പഠിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു നോക്കൂ. ഫലസ്തജീബൂലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം തരട്ടെ. നിങ്ങൾ അതിനെ വിളിച്ചു നോക്കൂ. ഫലസ്തജീബൂലക്കും, അത് നിങ്ങൾക്ക് ഉത്തരം തരുന്നുണ്ടോ? ഉത്തരം തരട്ടെ. വെല്ലുവിളിയാണത്. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ ആ ബിംബങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ഫലസ്തജീബൂലക്കും, അത് നിങ്ങൾക്ക് ഉത്തരം തരട്ടെ. അങ്ങനെ ഉണ്ടാവില്ല. അത് നിങ്ങളെ പോലെയുള്ള അള്ളാന്റെ പടപ്പുകൾ തന്നെയാണ്, അടിമകൾ തന്നെയാണ്. അടിമകൾ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പടപ്പുകൾ തന്നെയാണെന്നർത്ഥം. 195-ലേക്ക് നോക്കൂ. ബിംബങ്ങൾക്ക് അത് കൊത്തിയുണ്ടാക്കുന്ന ആളുകൾ അവയവങ്ങളും കൊത്തിയുണ്ടാക്കിയിരുന്നു. കണ്ണുണ്ടാവും, കാതുണ്ടാവും, ബോഡി ഉണ്ടാവും, തലയുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും ഉപയോഗയോഗ്യമായിരുന്നില്ലല്ലോ. മറിച്ച് വാദമുണ്ടെങ്കിൽ ആ ബിംബങ്ങളെ കൂട്ടുപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല ഉപദ്രവവും വരുത്തി വെക്കാൻ ശ്രമിച്ചോളൂ, അതിനൊന്നും ഒട്ടും താമസം വരുത്തണ്ട എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി തുടരുകയാണ് 195-ാമത്തെ ആയത്തിൽ. നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും കൂടി ഒരുമിച്ച് എനിക്കെതിരെ എന്തു തന്ത്രങ്ങൾ തന്നെ പ്രയോഗിച്ചാലും അതൊന്നും വിലപ്പോകില്ല എന്ന് നബിയോട് പ്രഖ്യാപിക്കാൻ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്ന് കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ച് തരികയാണ് അല്ലാഹു തആല. കൈകാലുകളും കണ്ണും കാതുമൊക്കെയുള്ള മനുഷ്യൻ, വിശേഷബുദ്ധിയും തന്റേടവുമൊക്കെയുള്ള മനുഷ്യർ കേവലം ബിംബങ്ങൾ ആരാധിക്കുക എന്ന വിരോധാഭാസമാണ് ഇവിടെ കാണുന്നത്. ബിംബത്തിന് ഒരുപക്ഷെ കൈകാലുകൾ ഉണ്ടായേക്കാം, കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, രൂപത്തിലുണ്ട്, ശരി. അതുകൊണ്ട് എന്ത് പ്രയോജനം? യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഒന്ന് അനക്കാൻ പോലും, സ്വയം ശരീരം അനങ്ങാൻ പോലും കഴിയില്ലല്ലോ. അതിന് ശരീരത്തിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയാട്ടാൻ പോലും കഴിയില്ലല്ലോ. അതേസമയം മനുഷ്യനോ എല്ലാറ്റിനും കഴിവുള്ള പരമയോഗ്യനാണവൻ. എന്നിട്ടും ഒരു കഴിവും യോഗ്യതയുമില്ലാത്ത നിർജീവമായ വസ്തുവിന്, കല്ലിനും മറ്റുമൊക്കെ ആരാധന അർപ്പിക്കുകയാണ്. ഇത് വിരോധാഭാസമല്ലേ? ഈ യാഥാർത്ഥ്യം ആർക്കാണ് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്തത്?
മുകളിൽ പറഞ്ഞ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു മനസ്സ് മാറ്റിയത് ഈ ചിന്തയായിരുന്നല്ലോ. ശരിക്കും മനസ്സിലാക്കിയ ചിന്തിച്ചാൽ എല്ലാവരും പിന്മാറും. നോക്കൂ 195-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലഹും അർജുലുൻ യംശൂന ബിഹാ അം ലഹും ഐദി യബ്തശൂന ബിഹാ അം ലഹും അയുനുൻ യുബ്സിറൂന ബിഹാ അം ലഹും ആദാനുൻ യസ്മഊന ബിഹാ ഖുൽ ഉദ്ഉ ശുറകാഅക്കും ثم കീദൂനി ഫലാ തുൻദിറൂൻ. അലഹും അർജുലുൻ യംശൂന ബിഹാ, അവർക്ക് നടക്കാൻ പറ്റുന്ന കാലുകളുണ്ടോ? അലഹും, ആ ബിംബങ്ങൾക്കുണ്ടോ? അർജുനൻ, കാലുകളുണ്ടോ? യംശൂന ബിഹാ, അതുകൊണ്ട് അവർ നടക്കും. എന്നാൽ അതിനെ നടക്കാൻ പറ്റുന്ന കാലുകളുണ്ടോ? അംലഹും, അതല്ല ബിംബങ്ങൾക്കുണ്ടോ? ഐദിൻ, കൈകളുണ്ടോ? യബ്തശൂന ബിഹാ, പിടിക്കാൻ കൊള്ളാവുന്ന കൈകളുണ്ടോ? യബ്തശൂൻ, പിടിക്കാൻ പറ്റുന്ന. അംലഹും അയുനുൻ യുബ്സിറൂന ബിഹാ, അംലഹും, അതല്ല ബിംബങ്ങൾക്കുണ്ടോ? അയുനുൻ, കണ്ണുകളുണ്ടോ? യുബ്സിറൂന ബിഹാ, കാണാൻ കഴിയുന്ന. അംലഹും, അതല്ല ബിംബങ്ങൾക്കുണ്ടോ? ആദാനുൻ, ചെവികളുണ്ടോ? യസ്മഊന ബിഹാ, അതുകൊണ്ട് അവർ കേൾക്കാൻ കഴിയുന്ന കാതുകളുണ്ടോ ബിംബങ്ങൾക്ക്? കാണാൻ കഴിയുന്ന കണ്ണുകളുണ്ടോ? പിടിക്കാൻ കഴിയുന്ന കരങ്ങളുണ്ടോ? നടക്കാൻ കഴിയുന്ന കാലുകളുണ്ടോ? ഒന്നുമില്ല. എന്ന് വെറുതെ പറയുകയാണ്. ഖുൽ ഉദ്ഉ ശുറകാഅക്കും ثم കീദൂനി ഫലാ തുൻദിറൂൻ. ഖുൽ നബി, അങ്ങ് പ്രഖ്യാപിക്കണം. ഉദ്ഉ ശുറകാഅക്കും, നിങ്ങളുടെ എല്ലാ പങ്കുകാരെയും വിളിച്ചുകൊള്ളൂ. എന്നിട്ട് കീദൂൻ, നിങ്ങൾ എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചോളൂ. ഫലാ തുൻദിറൂൻ, നിങ്ങൾ എനിക്ക് ഇട നൽകണ്ട. നിങ്ങൾ എനിക്കിനി താമസം നൽകണ്ട, ഇട നൽകണ്ട, ഇപ്പൊ തന്നെ ചെയ്തോളൂ. നിങ്ങളെല്ലാ ശുറക്കായിനെയും, നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ ബിംബങ്ങളെയും ഒക്കെ വിളിച്ചുകൊള്ളൂ. സുമ്മക്കീദൂനി, പിന്നെ നിങ്ങൾ എനിക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചോളൂ. ഫലാ തുൻദിറൂൻ, നിങ്ങൾ എനിക്ക് ഇട തരണ്ട. ഒന്നും സംഭവിക്കില്ല നടത്തി വെല്ലുവിളി തുടരുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും പഠിച്ചതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കാൻ തമ്പുരാനെ. ഒരു നിലക്കുള്ള ശിർക്കും ഖഫിയായതോ കബീറായതോ സഗീറായതോ ആയ ഒരു ശിർക്കും വരാതെ ഞങ്ങളെ കാക്കണം തമ്പുരാൻ. ഞങ്ങൾ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കണം തമ്പുരാനെ. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. മരണം വരെ ഹിദായത്തെ തുടരാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ റബ്ബേ. ഇസ്സത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെയും മാതാപിതാക്കളും ഉസ്താദുകളും തെറ്റുകൾ പുറത്തു തരണേ അല്ലാഹ്. എൻ്റെ സ്വാലിഹീങ്ങൾ തീർക്കണേ തമ്പുരാനെ. ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ദുആവിന്റെ വസിയത്ത് ചെയ്ത എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. നിന്റെ സ്വാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാൻ. നിന്റെ ദീനിന് ഇൽമിന് ഖുർആനിന് ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ അവസരം നൽകണേ തമ്പുരാൻ. ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇത് പഠിക്കുന്നവർ, റഫർ ചെയ്യുന്നവർ, അധ്വാനിക്കുന്നവർ എല്ലാവർക്കും റഹ്മാൻ പ്രതിഫലം നൽകണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إلى دار الدعاء. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.